എന്താ പറയൂ? എന്റെ മോളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഞാൻ ഇവിടുന്ന് മേടിച്ചിരുന്നേ. അത് നോക്കിയപ്പോ അതിലൊരു തെറ്റുണ്ട് മാഡം. തെറ്റ് വരാൻ വഴിയില്ലല്ലോ. സുഗത സുഗതൻ എന്നാണ് കുട്ടിയുടെ പേര്. പക്ഷെ സർട്ടിഫിക്കറ്റില് സുഗതൻ സുഗത എന്നായി. എന്തേ പറയണേ? കുട്ടിയുടെ പേരെന്താ? സുഗത. അച്ഛന്റെ പേര് സുഗതൻ. അപ്പൊ അതിനല്ലേ ഇതിൽ എഴുതിയിരിക്കണേ? അല്ല, ഇതിൽ അച്ഛന്റെ പേര് ആദ്യമാണല്ലോ മാഡം. ശരിക്കും വേണ്ടത് മോളുടെ പേരല്ലേ ആദ്യം വേണ്ട. സുഗത സുഗതൻ എന്നല്ലേ വേണ്ട. അല്ല, ഇതിപ്പോ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്കാണോ അതോ മോൾക്കാണോ? എന്റെ മോൾക്ക്. മോൾക്കാ? അപ്പൊ ശരിയാണല്ലോ. അതെങ്ങനെ ശരിയാവണ്? സുഗതൻ സുഗത. സുഗതൻ സുഗത എന്ന് എങ്ങനെ വരിക? മോൾക്കാവുമ്പോ സുഗത സുഗതൻ എന്ന് വരണ്ടേ? അതന്നെയല്ലേ നിങ്ങൾ പറയണേ? നിങ്ങളോട് പറഞ്ഞിട്ടല്ലേ, നിങ്ങൾ പറഞ്ഞിട്ടല്ല മാഡം. ഇത് സുഗത സുഗതൻ ആക്കപ്പോ എന്താ ചെയ്യണ്ടേ? അപ്പൊ ഞാൻ പറയാം, ഇത് ആപ്ലിക്കേഷൻ കൊടുത്തപ്പോ നിങ്ങൾ തെറ്റായിരിക്കും എഴുതി കൊടുത്തേ. അല്ല, അതിപ്പോ നിങ്ങൾക്ക് തെറ്റ് പറ്റിക്കൂടെ? ഞങ്ങൾക്ക് തെറ്റുപറ്റിന്ന് തന്റെ അടുത്ത് ആരാ പറഞ്ഞേ? അത് പറ്റിയത് പല പഞ്ചായത്തിലും പറ്റിയിട്ടുണ്ടല്ലോ. നാളെ ഞാൻ പേപ്പറിൽ വായിച്ചതാണ്. പെൺകുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റിനെ കൊടുത്തിട്ട് അത് ആൺകുട്ടിയായി മാറിയത്. അത് വായിച്ചു നോക്കിയപ്പോഴാണ് ഞാനൊന്ന് എടുത്തു നോക്കാൻ തോന്നിയത്. നോക്കിയപ്പോ അത് അതേപോലെ തന്നെ. അത് മുഖ്യമന്ത്രി കടപെട്ടിട്ടാ പിന്നീട് അത് ശരിയാക്കി കൊടുത്തത്. എന്നാ പിന്നെ ഇത് മുഖ്യമന്ത്രിയോട് പോയി പറ. അല്ല മേഡം, ഞാൻ ഇപ്പൊ കരടയ്ക്കാൻ വേണ്ടി വന്നതാണ്. എനിക്കിത് അടച്ചിട്ട് പോയിട്ട് വേറെ ഒരുപാട് തിരക്കുകളുണ്ട്. അയ്യോ, തിരക്കാണോ? എന്നാ പിന്നെ പോയിട്ട് വാ. അയ്യോ, അത് വേണ്ട, അടച്ചിട്ടാണ് പോവാ. അല്ല മാഡം, ഇതിപ്പോ എന്താ ചെയ്യാ? അവിടെ ഒരു സാറ് വരും, സാറിനോട് പറഞ്ഞാ മതി. അപ്പൊ ഈ കരം എവിടെ അടയ്ക്കാ? കരം അതിവിടെ അടയ്ക്കാം. പഴയ കരടച്ച രസീത് തരും. പഴയ കരടച്ച രസീത്. അയ്യോ, അത് എടുത്തിട്ടില്ലല്ലോ. അതെടുക്കാതെയാണ് ഇവിടെ നിന്ന് പ്രസംഗിച്ചത് അല്ലേ? അല്ല, വീട്ടു നമ്പർ എനിക്കറിയാം. അത് ഇതിൽ നോക്കിയാ പോരെ? നല്ല എളുപ്പാണല്ലോ. ഏതാ വാർഡ്? ഏതാ വാർഡ്? 7. 7. വീട്ടു നമ്പർ? വീട്ടു നമ്പർ 253A. 253A. സുകുമാരക്കുറുപ്പ് കൃഷ്ണാലയം. സുകുമാരക്കുറുപ്പല്ല, സത്യശീലൻ സത്യാലയം. വീട്ടു നമ്പർ എന്ന് പറഞ്ഞേ? 253A. സുകുമാരക്കുറുപ്പ് കൃഷ്ണാലയം. അതെങ്ങനെയാ വരുന്നത്? എന്റെ വീടിന്റെ നമ്പർ എങ്ങനെയാ മാറുക? വീട്ടു നമ്പർ തെറ്റിയതായിരിക്കും. ആർക്ക്? നിങ്ങൾക്ക്. എനിക്ക് എങ്ങനെ തെറ്റും? ഇതില് തെറ്റില്ലാന്നേ. ഇത് സുകുമാരക്കുറുപ്പിന്റെ വീടാണ്. 253A. അതെ, 253A. ഇത് വേറൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട് മാഡം. എന്താ? ഈ സുകുമാരക്കുറുപ്പിന്റെ കയ്യിൽ നിന്നാണ് ശ്യാമള ഈ വീട് വാങ്ങിയത്. ആ ശ്യാമളയുടെ കയ്യിൽ നിന്നാണ് ഞാൻ വീട് വാങ്ങിയത്. അപ്പൊ ഉടമസ്ഥാവകാശം മാറ്റിയിട്ടില്ല അല്ലേ? പൈസ മുഴുവൻ അവർക്ക് കൊടുത്തു. ആധാരം അവർ എന്റെ പേർക്ക് രജിസ്റ്റർ ചെയ്ത് തരും ചെയ്തു. പിന്നെന്താണ് ഉടമസ്ഥാവകാശം? ഉടമസ്ഥാവകാശത്തിന് വേറെ അപേക്ഷ കൊടുക്കണ്ടേ? ഇനിയിപ്പോ ആ അപേക്ഷ ഇങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ ശരിയാവോ? അപേക്ഷ മാത്രം തന്നാ പോരാ. പിന്നെ അപേക്ഷ, ആധാരത്തിന്റെ കോപ്പി, കൈവശ അവകാശ സർട്ടിഫിക്കറ്റ്, പിന്നെ കരടച്ച രസീത്, പിന്നെ ഒരു സമ്മതപത്രം കൂടി വേണം. ആരുടെ? നിങ്ങൾക്ക് വസ്തു തന്ന ആളുടെ. ഈ ഉടമസ്ഥാവകാശം നിങ്ങൾക്ക് തരുന്നതിൽ അവർക്ക് എതിർപ്പൊന്നും ഇല്ലാന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ്. അല്ല, ഇതിപ്പോ ആധാരം എന്റെ പേരിലല്ലേ? ആധാരം നിങ്ങളുടെ പേരിലാണ്, പക്ഷെ ഉടമസ്ഥാവകാശം വേണ്ടേ? ഞാൻ തന്നെയല്ലേ ഉടമ. നിങ്ങൾക്ക് ഇപ്പൊ കരടച്ചാ മതിയോ? കരടച്ചാ മതി. അത് വേണമെങ്കിൽ സുകുമാരക്കുറുപ്പിന്റെ പേരിൽ അടയ്ക്കാം. ആ പേരിൽ കരടച്ചാൽ എന്താ കാര്യം? ഈ റെസീറ്റുമായിട്ട് എനിക്ക് ബാങ്കിൽ ചെല്ലാൻ പറ്റുമോ? എനിക്ക് ലോൺ കിട്ടുമോ? ലോണൊന്നും കിട്ടില്ല. പിന്നെന്തിനാ ഞാൻ അടയ്ക്കുന്നത്? അപ്പൊ ഉടമസ്ഥാവകാശം മാറ്റണം. നിങ്ങളുടെ ഓരോ ജാതി നിയമങ്ങൾ വെറുതെ മനുഷ്യനെ വലയ്ക്കാനായിട്ട്.